നമസ്കാരം സാർ. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ രാജ്യസഭയിൽ കൊമ്പുകോർത്ത എം പിമാരായ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിലുള്ള വാക്കുതർക്കം നമ്മൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഇമ്പൂരാമ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ ഈ ഒരു വാക്കുതർക്കത്തിന് മുതിർന്നത്. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Left, right, left. They should have the guts to let these two films be screened again. Permitted to be screened. Then they can start yelling for Empuran. ഇതുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ് സാർ? സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാല് അങ്ങ് നിറഞ്ഞാടുകയാണ് കേട്ടോ. നമ്മൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മുടെ വിഷ്വൽസ് കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനകത്തൊന്നും ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം സുരേഷ് ഗോപി ഒരേ ഒരു രാജാവ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ വൈറലായിരുന്നു. അദ്ദേഹത്തിന്റെ മുനമ്പവുമായിട്ട് വിഷയപ്പെട്ട് ലോക്സഭയിൽ ഏതാണ്ട് 19 എം പിമാര് മുനമ്പത്തിനെതിരെ നിൽക്കുമ്പോൾ അതിന് ഒരേ ഒരു എം പി ആയിട്ട് ഇദ്ദേഹം നിൽക്കുകയും ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് കേന്ദ്രമന്ത്രി റിജു ഒക്കെ കാര്യം പറയുകയും അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കകത്ത് മറുപടി പറയാനില്ലാത്ത രീതിയിലേക്ക് 19 എം പിമാർക്കും വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇദ്ദേഹം ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഒരു വ്യക്തിത്വം ആകുന്ന ഒരു രീതി നമ്മൾ ലോക്സഭയിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാജ്യസഭയിൽ തന്നെയാണ്. രാജ്യസഭയില് സുരേഷ് ഗോപി കുഴപ്പമാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി പ്രശ്നമാണ്, സുരേഷ് ഗോപിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിനൊരു തെറ്റ് പറ്റി, അത് സുരേഷ് ഗോപി എന്നുള്ള ഒരാളിനെ BJPയുടെ ഭാഗമായിട്ട് എം ആവുന്നതിന് വേണ്ടി കേരള ജനത അബദ്ധത്തിൽ തീരുമാനിച്ചു. അടുത്ത പ്രാവശ്യം അത് തിരുത്തിക്കൊണ്ട് പോകുമെന്നൊക്കെയുള്ള രീതിയിലാണ് ഈ രാജ്യസഭയിലെ ബ്രിട്ടാസ് സംസാരിച്ചത്. അതുപോലെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെ BJP നിൽക്കുന്നു, അത് അവതരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, അതിനകത്ത് വെട്ടുകൾ വെട്ടി എന്നൊക്കെയുള്ള രീതിയിൽ മുനമ്പത്തെ വിഷയം പറയുന്നതിനെക്കാട്ടി കൂടുതൽ എമ്പുരാൻ വേറെ ചില കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. അതുപോലെ ക്രിസ്ത്യാനികളെ പറ്റിക്കുകയാണ്, ക്രിസ്ത്യാനികളെ ഒറ്റുകൊടുക്കുകയാണ്. മുന്ന എന്ന് പറയുന്ന ഏതോ ഒരു കഥാപാത്രം എമ്പുരാനകത്തുണ്ട്. ആ കഥാപാത്രത്തിന്റെ അതേ അല്ലെങ്കിൽ സാമ്യമുള്ള ആൾ ഇവിടെ BJP നേതാക്കന്മാർക്ക് ഇടയിൽ ഇരിപ്പുണ്ട്. അതൊരു പക്ഷേ സുരേഷ് ഗോപി ആയിരിക്കും. സുരേഷ് ഗോപി തിരിച്ച് മറുപടി പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ മറുപടിയാണ് കേൾക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞത്, നിങ്ങൾക്ക് എമ്പുരാനെ പറ്റി പറയാൻ സാധിക്കും, നിങ്ങൾക്ക് മുനമ്പത്തെ പറ്റി പറയാൻ സാധിക്കും. നിങ്ങൾ മുനമ്പത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് മുനമ്പത്തെ ജനങ്ങളോട് നിങ്ങൾ ചെയ്തത് എന്താണെന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് ഈ പറയുന്ന മുനമ്പത്തെ ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ആ വിഷയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് പകരം എമ്പുരാനിലേക്ക് കിടക്കുകയാണ്. മുനമ്പത്തെ ആൾക്കാരുടെ കിടപ്പാടം പോകുന്ന വിഷയം, ആ കിടപ്പാടം പോകുന്ന 600ഓളം അല്ലെങ്കിൽ ആൾക്കാരെ നിങ്ങൾ അവിടെ വെച്ച് വളരെ കാലമായിട്ട് പറ്റിച്ച വിവരം ഇവിടെ വന്ന് വീണ്ടും അവരെ പറ്റിക്കുന്നതിന് വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പരമോന്നത സഭയായിട്ടുള്ള രാജ്യസഭ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അതുപോലെ മുനമ്പത്തെ വിഷയം സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ സുരേഷ് ഗോപി വെളിയിൽ നേതാക്കന്മാർ പറയുന്ന എല്ലാ വിഷയങ്ങളും, അല്ലെങ്കിൽ ഈ UDF-ഉം LDF-ഉം എന്താണ് മുനമ്പത്തുകാരോട് ചെയ്തത് എന്നത് ഏറ്റവും അവസാനത്തെ കമ്മീഷനെ വെച്ച കാര്യം വരെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് രാജ്യസഭയിലാ പറയുന്നേ, വേറെ എങ്ങും അല്ല. വെളിയിൽ പറഞ്ഞാൽ അവിടെ പോയി ചെയ്ത് പോയി അല്ലെങ്കിൽ മാധ്യമങ്ങളെടുത്ത് വർത്തമാനം പറഞ്ഞു, രാജ്യസഭയിൽ റെക്കോർഡാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൊലയാളി പാർട്ടിയാണ് ഈ പാർട്ടി. 800 പേരോളം ആൾക്കാരെ കൊന്ന പാർട്ടിയാണ് നിങ്ങൾ. ഇതും രാജ്യസഭയിൽ റെക്കോർഡായിട്ട് വരികയാണ്. കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സംസാരിച്ചിരുന്നു. അതുപോലെ ഈ എമ്പുരാൻ എന്ന വിഷയത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ചർച്ച ചെയ്ത ബ്രിട്ടാസിനോട് ചോദിച്ചു, 51 വെട്ടെന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഈ 2 സിനിമ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിച്ചു. ബ്രിട്ടാസിനെ വെല്ലുവിളിച്ചു, മമ്മൂട്ടിയെ വെല്ലുവിളിച്ചു. മമ്മൂട്ടിയെ പിന്നെ അദ്ദേഹം മാന്യനായിട്ടുള്ള മനുഷ്യനായിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല, കാര്യം ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പിണറായി വിജയനെ വെല്ലുവിളിച്ചപ്പോൾ അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടതുപക്ഷ MP 2-3 പേരുണ്ടല്ലോ, ഈ റഹീമും ഒക്കെ പറഞ്ഞു എന്താ കുഴപ്പം, ഞാൻ എന്തായാലും മോശമായിട്ട് പറഞ്ഞു. പിണറായി വിജയന് തന്റെ ഇടമുണ്ടെങ്കിൽ വേറെ സ്ക്രീനിൽ
അല്ലെങ്കിൽ വീണ്ടും പ്രചരിപ്പിക്കട്ടെ, അല്ലെങ്കിൽ കൈരളി ചാനലിൽ കാണിക്കട്ടെ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യം വലിയ വലിപ്പത്തിൽ നിങ്ങളിവിടെ പറയുന്നല്ലോ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയുമ്പോൾ സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞത് എമ്പുരാനിൽ ഒരു കട്ടും വരുത്തണമെന്നും ഒരു കട്ടും ഉണ്ടാവണമെന്നും ഇവിടുത്തെ BJP-യോ RSS-ഓ പറഞ്ഞിട്ടില്ല. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിലുടനീളം ചർച്ചയാകുമ്പോൾ, ഇന്ത്യയിലുടനീളം ചർച്ചയായപ്പോൾ ആ സിനിമയ്ക്കകത്ത് പോരായ്മകൾ ഞങ്ങൾ തിരുത്തിക്കോളാമെന്ന് പറഞ്ഞ് അതിന്റെ പോരായ്മകൾ അവര് തന്നെ കണ്ടെത്തിയ പോരായ്മകളാണ് അവർ വെട്ടിയത്, അവര് തിരുത്തിയത്. അതുപോലെ തന്നെ എനിക്ക് വെച്ചിരിക്കുന്ന താങ്ക്സ് ഞാൻ പറഞ്ഞു ഇനി അത് വെക്കണ്ടെന്ന് പറഞ്ഞാണ് അവർ മാറ്റിയത്, അല്ലാതെ അതും അവർ സ്വന്തമായിട്ട് മാറ്റിയതല്ല. അപ്പോൾ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP, ബ്രിട്ടാസിനെ ഇവിടെ അല്ലെങ്കിൽ ബ്രിട്ടാസ് പ്രതിനിധീകരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ഭരിക്കുന്ന കേരളം, ഈ കേരളത്തിൽ ഇത്രയും കാലമായിട്ട് സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തെ അവരെ ഏറ്റെടുക്കാതെ അത് കബളിപ്പിച്ച് മുന്നോട്ട് പോയിട്ട് ഏറ്റവും അവസാനം BJP ഏറ്റെടുക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ, മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ, വഖഫിന്റെ ഭൂമി ആയിട്ട് പോലും പ്രതിപക്ഷവും ഭരണപക്ഷവും അത് വഖഫിൻ്റെതല്ല എന്ന് കാണിക്കുന്നതിനും, അതുപോലെ നേരത്തെ ഈ VS-ന്റെ കാലത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് വഖഫാക്കി കൊടുത്ത, കമ്മീഷനെ വെച്ചിട്ട് വഖഫാക്കി കൊടുത്ത ഈ മുനമ്പത്തെ ഭൂമി ഒരു കമ്മീഷൻ എടുത്ത തീരുമാനം അല്ലെങ്കിൽ മറ്റൊരു കമ്മീഷന് മറികടക്കാൻ ഇല്ലെന്നുള്ള നിയമം നിൽക്കെ, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഒരു കമ്മീഷനോ ഒരു മന്ത്രിസഭാ തീരുമാനത്തിനോ ഒക്കത്തില്ലെന്നുള്ള നിയമം നിൽക്കെ, ആൾക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി മുനമ്പത്തെ വസ്തു ആരുടേതാണെന്ന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് പോലെ കമ്മീഷനെ ഉണ്ടാക്കി വെക്കുകയും ഈ മുനമ്പത്തെ വിഷയം അല്ലെങ്കിൽ പുറകിൽ നിന്ന് വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ സഹായിക്കുന്ന രീതിയിൽ PFI-ക്കാരന്റെയും SDPI-ക്കാരന്റെയും ആളായിട്ടുള്ള മുനമ്പം സംരക്ഷണ സമിതിയും അല്ലെങ്കിൽ മുനമ്പം സംരക്ഷണ ബോർഡും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളുണ്ട്, അതിന് ആളുകളുണ്ട്, അതിന് പണം ചെലവാക്കുന്നുണ്ട്. ഇവർ സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇതെടുത്ത് ഇത്തരത്തിലൊരു കമ്മീഷൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് എടുത്ത് ഹൈക്കോടതി തോട്ടിൽ കളയുന്ന ഒരു അവസ്ഥ അതും സുരേഷ് ഗോപി പറഞ്ഞു. അതുപോലെ മുനമ്പത്തെ വിഷയം വന്നപ്പോൾ, ഈ വിഷയത്തിനകത്ത് പ്രശ്നം വന്നപ്പോൾ, വെളിയിൽ വന്നപ്പോൾ, ചർച്ചയായപ്പോൾ, മുനമ്പത്തെ വിഷയത്തിനകത്ത് മുനമ്പം നിവാസികളുടെ കൂടെ നിൽക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഈ പറയുന്നത് പോലെ അവിടെ ഒരു പ്രമേയം പാസാക്കി നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ പ്രമേയം പാസാക്കി. ആ പ്രമേയവും അറബിക്കടലിൽ ചവിട്ടി താഴ്ക്കുന്ന അല്ലെങ്കിൽ താന്നു പോകുന്ന അവസ്ഥ, താഴ്ന്നു പോയില്ലെങ്കിൽ ജനം അത് ചവിട്ടി താഴ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം രാജ്യസഭയിൽ പടർന്നാടുകയായിരുന്നു. അല്ലെങ്കിൽ രാജ്യസഭയിൽ ബ്രിട്ടാസ് ഇദ്ദേഹത്തിന്റെ മറുപടിക്ക് മുമ്പിൽ മുള്ളിപ്പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഏതായാലും ഇന്ന് രാവിലെ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ വിഷയം BJP-ക്കകത്ത് ഏറ്റവും കൂടുതൽ ഗ്ലാമർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുനമ്പത്തെ താരമായിട്ട് മാറിയിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. മാധ്യമങ്ങളൊക്കെ ഇപ്പം അതിന്റെ വ്യക്തത വരുത്തുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതിനും ഒക്കെ മുനമ്പം വിഷയം ഈ പറയുന്നത് പോലെ വഖഫ് ബോർഡിന്റെ വിഷയത്തിനകത്തുനിന്ന് മാറിയിരിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ കാരണം സഹിതം അത് മാറിയിരിക്കുന്നു. അതിനകത്ത് ഇപ്പൊ പ്രചരിപ്പിക്കുന്ന പ്രചരണമൊക്കെ തെറ്റാണ്. വഖഫ് ഭേദഗതി മുനമ്പംകാർക്ക് ഗുണം ചെയ്യത്തില്ല എന്ന് പറയുന്ന തെറ്റിദ്ധാരണ കൂടി മാറ്റിക്കൊടുത്ത് മുനമ്പത്തെ വിഷയം അല്ലെങ്കിൽ വഖഫിന്റെ വിഷയം, ആ വിഷയം സുരേഷ് ഗോപി ഏറ്റെടുത്ത് തീർത്തു എന്നുള്ള കാര്യത്തിൽ ബോധ്യപ്പെടുത്തുന്ന ഉള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഒരേ ഒരു രാജാവ് തന്നെയായിട്ട് സുരേഷ് ഗോപി കേരളത്തിൽ നിറഞ്ഞാടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.